അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഇന്ന് പുതിയൊരു സൂറയിലേക്ക് പ്രവേശിക്കാൻ സൂറത്തുൽ ഇഖ്ലാസ്, അൽ ഇഖ്ലാസ് എന്ന പേരുള്ള അധ്യായം. അൽ ഇഖ്ലാസ് എന്ന പേരുള്ള അധ്യായം പൊതുവെ നമുക്ക് സുപരിചിതമായ സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ്. വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് മക്കി കാലഘട്ടത്തിൽ അവതരിച്ച ഒരു സൂറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജ്റയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ അവതരിച്ചത്, അഥവാ മക്കയിൽ വെച്ച് തന്നെ അവതരിച്ചത്. ഈ സൂറയിൽ 4 സൂക്തങ്ങളാണുള്ളത്. ആകെ 4 സൂക്തങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ, നമുക്ക് കാണാതെ പഠിക്കാനും അതുപോലെ എഴുതി പഠിക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. എന്നാൽ ഈ സൂറ വളരെ പ്രധാനപ്പെട്ട, മർമ്മപ്രധാനമായ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ദീനുൽ ഇസ്ലാമിന് 3 അടിത്തറകളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയും ആ 3 തന്നെയാണ് എന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തൊക്കെയാണവ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും എല്ലാം ചേർത്ത് കാച്ചി കുറുക്കി പറയുമ്പോൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഏകത്വമാണ്, ഏകദൈവത്വം, തൗഹീദ് അല്ലെങ്കിൽ അൽ വഹ്ദാനിയ. മറ്റൊന്ന് അൽ റിസാല, പ്രവാചകത്വം എന്നതാണ്. മറ്റൊരടിസ്ഥാനം അൽ ആഖിറ, പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെ 3 അടിത്തറകളാണ് ദീനിന്റെയും ഖുർആനിന്റെയും അടിത്തറ എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 3-ൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ സൂറ കൈകാര്യം ചെയ്യുന്നത്. തൗഹീദാണല്ലോ, അള്ളാഹുവിന്റെ ഏകത്വമാണല്ലോ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അതാണ് ഈ സൂറയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറിയ വാക്കുകളിലൂടെ എന്നാൽ വളരെ ആഴമുള്ള ശൈലിയിൽ നമ്മെ ഉണർത്തുന്നത്. തൗഹീദാണ് ഈ സൂറയുടെ അടിത്തറ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ ഈ സൂറയെ സുലുസുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് വിശദീകരിച്ചിട്ടുണ്ട്, എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1/3, സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ 1/3. ഒരുപക്ഷെ ഇതായിരിക്കാം അതിന്റെ കാരണം എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയുന്നു. ഇസ്ലാമിന്റെ 3 അടിത്തറകളായ തൗഹീദ്, റിസാല, ആഖിറ എന്നിവയിൽ തൗഹീദ് കൈകാര്യം ചെയ്യുന്ന സൂറ എന്ന നിലക്കാണ് ഈ സൂറയ്ക്ക് 1/3, ഖുർആനിന്റെ 1/3 എന്ന വിശേഷണം ലഭിച്ചത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുപോലെ ഈ സൂറയ്ക്ക് മറ്റൊരു പേര്, തഫ്സീറിൽ വന്നിട്ടുള്ള മറ്റൊരു പേരാണ് അൽ അസാസ്. ഈ സൂറ അടിത്തറയാകുന്നു. പിന്നെ അൽ മാരിഫ, അള്ളാഹുവെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ഒരാൾക്ക് ലഭിക്കുവാൻ ഈ സൂറ ഉപകരിക്കും എന്നൊക്കെയുള്ള പേരുകൾ ഇതിന് പറയപ്പെട്ടിട്ടുണ്ട്. വളരെ സവിശേഷമായൊരു സൂറയാണ്. നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞ അൽ മുഅവ്വിദത്തൈൻ, അതേപോലെ അൽ ഫാത്തിഹ എന്ന പോലെ തന്നെ സവിശേഷമായ സൂറയാണ്. നമസ്കാര ശേഷം പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട സൂറയാണ്. അതേപോലെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്യൽ നിർദ്ദേശിക്കപ്പെട്ട സൂറയാണ്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഒരു സൂറയാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയപ്പെട്ട സൂറയാണിത്. അതിലൊന്നാണ് പ്രത്യേകമായ ചില നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു ഈ സൂറ. ഈ സൂറയും അതോടൊപ്പം സൂറത്തുൽ കാഫിറൂൻ, ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും എന്ന നിലക്ക് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട നമസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഫർദ് നമസ്കാരങ്ങൾ ഏതെങ്കിലും പറയാമോ? ഫർദ് നമസ്കാരങ്ങളില് വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരം,
വ്യാഴാഴ്ച അവസാനിക്കുന്ന അഥവാ വെള്ളിയാഴ്ച രാവ് എന്ന് നാം പറയാറുള്ള മഗ്രിബ് നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തില് സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏതാ അതുപോലുള്ള നമസ്കാരം? പിന്നെയുള്ളത് സുന്നത്ത് നമസ്കാരങ്ങളാണ്. അതിലൊന്നാണ് സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യപൂർവ്വം അനുഷ്ഠിച്ചിരുന്ന ഒരു നമസ്കാരമാണിത്. അഥവാ സുബ്ഹിക്ക് മുമ്പ് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുബ്ഹ് നമസ്കാരത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സുബ്ഹിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു. അത്രയും ഖളാ വീട്ടുന്ന പോലെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമസ്കരിച്ച നമസ്കാരമാണ്. അതിൽ ഒന്നാമത്തേതിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുന്നത് കൂടുതൽ ഉത്തമമാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ മറ്റൊരു നമസ്കാരമാണ് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത്. ഉംറയിൽ അല്ലെങ്കിൽ ഹജ്ജിൽ, അതല്ലെങ്കിൽ സാധാരണ തവാഫിന് ശേഷം നമസ്കരിക്കുന്ന മഖാം ഇബ്രാഹിമിനെ മുന്നിട്ടുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരത്തില് ഒന്നാമത്തേതിൽ അൽ കാഫിറൂനും രണ്ടാമത്തേതിൽ അൽ ഇഖ്ലാസും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ഈ സൂറ ഇത്രമാത്രം വിശ്വാസിയുടെ മനസ്സിൽ വളരെ രൂഢമൂലമായി ഉറച്ചു നിൽക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ് അത്രയും പ്രാധാന്യം ഇതിന് കൈവരാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലെ സ്വഹാബിമാർ വളരെയേറെ ഇഷ്ടപ്പെടുകയും ഏറ്റവും കൂടുതലായിട്ട് പാരായണം ചെയ്യുകയും ചെയ്തിരുന്ന, നമസ്കാരത്തിനും മറ്റും പാരായണം നടത്തുകയും ചെയ്തിരുന്ന ഒരു സൂറ കൂടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിസര പ്രദേശങ്ങളിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് സ്വഹാബിമാരിൽ ചിലരെ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചില അനുഭവങ്ങൾ ഹദീസുകൾ കാണാം. അപ്പൊ അതിലൊന്നാണ്, ഒരു പ്രദേശത്ത് നിയോഗിക്കപ്പെട്ട ഇമാം ഏത് നമസ്കാരത്തിലും അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറ പാരായണം ചെയ്യും, അതിനുശേഷം അവസാനിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസിലായിരിക്കും. ഇങ്ങനെ അദ്ദേഹം സ്ഥിരമായിട്ട് എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തപ്പോ സ്വഹാബത്തിന് ഒരു ചെറിയൊരു സംശയം, ഒരു അസ്വസ്ഥത. കാരണം ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ പാരായണം ചെയ്താല് അത് നമസ്കാരത്തിനും വല്ലവിധത്തിനും ബാധിക്കുമോ, അല്ലെങ്കിൽ ഒരു പുത്തൻ ആചാരമായിട്ട് മാറുമോ എന്നൊക്കെയുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവര് കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഇമാമ് എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു എന്ന് ഒരു പരാതി പോലെ അവർ ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ എല്ലാ നമസ്കാരങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നു, അതിനാൽ ഈ സൂറയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ അള്ളാഹുവെ കുറിച്ച് വളരെ കൃത്യമായ ഒരു വീക്ഷണം ഈ സൂറ അവതരിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഞാൻ ഈ സൂറ ഏറ്റവും ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി, താങ്കൾ ഈ സൂറ ഇഷ്ടപ്പെടുന്നതിനാൽ അല്ലാഹു തആല താങ്കളെയും ഇഷ്ടപ്പെടുന്നു. ഇത് വളരെ മഹത്തായ ഒരു സന്തോഷ വാർത്തയാണ്. താങ്കൾ ഈ സൂറ ഇഷ്ടപ്പെടുന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെയും ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ഇത് ഈ സൂറയുടെ മഹത്വമാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. ഈ സൂറയുടെ അക്ഷരങ്ങൾക്ക് എന്നുള്ളതല്ല, മറിച്ച് ഇത് മുന്നോട്ട് വെക്കുന്ന മഹത്തായ ഒരു ആശയമുണ്ടല്ലോ, ആ ആശയം നമ്മുടെ നിത്യജീവിതവുമായിട്ട്, നമ്മുടെ ഇസ്ലാമിക വിശ്വാസ പ്രമാണവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു സൂറയാണ് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. സൂറത്തുൽ ഇഖ്ലാസ്, അതിന്റെ പേരിന്റെ അർത്ഥം തന്നെ എന്താ? അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കളങ്കമുക്തം, കളങ്കരഹിതം എന്നാണ്. അല്ലെങ്കിൽ രക്ഷപ്പെടൽ എന്ന് പറയാം, രക്ഷപ്പെടുത്തൽ എന്ന് പറയാം. എല്ലാ കളങ്കങ്ങളിൽ നിന്നും പരിപൂർണമായും രക്ഷപ്പെട്ട അവസ്ഥ, അതാണ് അൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് നമ്മെ എന്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്? വിശ്വാസപരമായ എല്ലാ കളങ്കങ്ങളിൽ നിന്നും പരിപൂർണമായും നമ്മെ രക്ഷപ്പെടുത്തുന്നു എന്നതാണ്. അതാണ് ഈ സൂറയുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അങ്ങനെ ഉണ്ടല്ലോ, ഇസ്ലാമിനെ അല്ലെങ്കിൽ അള്ളാഹുവെ
നാം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ മനസ്സിലുള്ള എല്ലാ കളകളും ആദ്യം പറിച്ചെടുത്ത് കളയണം. എന്നിട്ട് മനസ്സിനെ പരിപൂർണമായി ശുദ്ധീകരിച്ചിട്ട് വേണം അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് നാം സ്ഥാപിക്കുവാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാ കളങ്കങ്ങളിൽ നിന്ന് മുക്തമായ വിശ്വാസമാണ് സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും തമ്മിൽ എന്താ ബന്ധം? നേരത്തെ സൂചിപ്പിച്ചില്ലേ, പല നമസ്കാരങ്ങളിലും ഈ രണ്ട് സൂറകളും പാരായണം ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഒരു നമസ്കാരമാണ് വിത്ർ. ഒരാൾ 3 റക്അത്ത് വിത്ർ നമസ്കരിക്കുകയാണെങ്കിൽ ഒന്നാമത്തേതിൽ സൂറത്തുൽ ആലയും രണ്ടാമത്തേതിൽ സൂറത്തുൽ കാഫിറൂനും, മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസുമാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പിന്നിലെ പരസ്പര ബന്ധം എന്താണ്? ഖുർആൻ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നത് സൂറത്തുൽ കാഫിറൂനിൽ നിഷേധമാണ്, സൂറത്തുൽ ഇഖ്ലാസിലോ ഒരു സത്യത്തെ സ്ഥാപിക്കലുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കലിമത്തു തൗഹീദ് ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന് 2 വശമുണ്ട്. ഒന്ന് ലാ ഇലാഹ എന്ന് പറയുമ്പോൾ നിഷേധമാണത്, എല്ലാറ്റിനെയും നിഷേധിക്കാം, ഒന്നുമില്ല, ഒരു ഇലാഹുമില്ല. എന്നിട്ട് ഇല്ലല്ലാഹ്, അള്ളാഹുവെ മാത്രം അവിടെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ലാ ഇലാഹ എന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ നിഷേധാത്മക വശവും ഇല്ലല്ലാഹ് എന്നത് ക്രിയാത്മകമായ വശവുമാണ് എന്ന് പറയും. എല്ലാറ്റിനെയും നിഷേധിക്കുവാനുള്ള, ധിക്കരിക്കുവാനുള്ള തന്റെ ഇടമാണ് ആദ്യമായിട്ട് ആർജിക്കേണ്ടത്. അപ്പൊ കഴിഞ്ഞ സൂറയിൽ നമ്മൾ സിഹറിനെ കുറിച്ച് പഠിച്ചില്ലേ? അങ്ങനെയുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും, അടിത്തറയില്ലാത്ത കേവലമായ സങ്കല്പങ്ങളിൽ നിന്നും മനസ്സിനെ പൂർണ്ണമായി മുക്തമാക്കുക, അതിനുള്ള ധൈര്യം സംഭരിക്കണം. അങ്ങനെ ഒരു ധിക്കാരിയുടെ നിലപാടിലേക്ക് ഉയരുക. ഞാൻ ആരുടെ മുമ്പിലും തലകുനിക്കില്ല, ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. ഇല്ലല്ലാഹ്, പ്രപഞ്ചനാഥനായ സാക്ഷാൽ സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ കൽപ്പനയല്ലാതെ ഞാൻ അനുസരിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് സൂറത്തുൽ കാഫിറൂനിലും സൂറത്തുൽ ഇഖ്ലാസിലും രണ്ടും കൂടി ചേരുമ്പോൾ കലിമത്ത് തൗഹീദ് പൂർണ്ണമാകുന്നു എന്നൊരു സവിശേഷതയുണ്ട്. അത് വളരെ സുന്ദരമായൊരു വ്യാഖ്യാനം കൂടിയാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള അധ്യായമാണ് എന്ന് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കണം. അതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈമാൻ കൂടുതൽ ഭദ്രമായി, വളരെ ശക്തിയായിട്ട് മനസ്സിൽ ഉറപ്പിക്കുവാൻ ഈ സൂറ നമുക്ക് പ്രയോജനപ്പെടുന്നു. ഈ സൂറയുടെ അവതരണ പശ്ചാത്തലം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചില സൂറകൾക്ക് മാത്രം പ്രത്യേക പശ്ചാത്തലം ഉണ്ടാവും. സൂറത്തുൽ മുഅവ്വിദത്തൈൻ, ആ 2 സൂറകൾക്കും ഒരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചിരുന്ന വേളയിൽ അല്ലാഹു തആല അള്ളാഹുവോട് എങ്ങനെയാണ് ഇവയിൽ നിന്ന് രക്ഷ തേടേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആ 2 സൂറകൾ. അതേപോലെ ഈ സൂറയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവെ കുറിച്ച്, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് മക്കയിലെ മനുഷ്യരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരാണോ? അല്ല. അവര് പറയുന്നത് അള്ളാഹു ഉണ്ട്, എന്നാൽ അള്ളാഹു പോരാ, അള്ളാഹു മാത്രം മതിയാകുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, അതുകൊണ്ട് പലതരത്തിലുള്ള ദൈവങ്ങൾ. അങ്ങനെ അവർ കഅബാലയത്തിന്റെ അകത്ത് 360 ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് വേറിട്ട ഒരു അള്ളാഹുവെ കുറിച്ച് അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു ആരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. ഒരുപാട് കുലദൈവങ്ങളും ഗോത്രദൈവങ്ങളും മരിച്ചുപോയ, കഴിഞ്ഞുപോയ തലമുറകളിലെ മഹാന്മാരും ഒക്കെ അവരുടെ ദൈവങ്ങളായിട്ട് ബിംബങ്ങളാക്കിയിട്ട് അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അള്ളാഹു ആരാണ് എന്ന് സമൂഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവുന്നത്. എന്താ ചോദ്യം? സിഫ് ലനാ റബ്ബക്, മുഹമ്മദേ, എന്താണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? അതിനെ കുറിച്ചൊന്ന് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരും. അതുപോലെ അൻസിബ് ലനാ റബ്ബക്, നിന്റെ ദൈവത്തിന്റെ റബ്ബിന്റെ ഗോത്രം ഏതാണ്, കുടുംബം ഏതാണ് എന്നൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ.
കാരണം അവരുടെ മുമ്പിലുള്ള ദൈവങ്ങൾക്കൊക്കെ പ്രത്യേക കുടുംബവും ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനാൽ പിന്നെ നീ പറയുന്ന ദൈവത്തിന്റെ കുടുംബം ഏതാണ്, ഗോത്രം ഏതാണ് എന്നൊക്കെ അവർ ചോദിക്കേണ്ടായി. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതൊരു തമാശയായിട്ട് തോന്നാം. എന്നാൽ അങ്ങനെയാണ് പല പ്രതിഷ്ഠകളും. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ നാട്ടിലും പിന്നെ പലതരം പ്രതിഷ്ഠകൾ, ദൈവങ്ങൾ എന്ന നിലക്ക് അംഗീകരിക്കപ്പെടുന്ന, പലരും ആരാധിക്കപ്പെടുന്നവർക്കൊക്കെ പല പശ്ചാത്തലങ്ങളും ഉണ്ടാവും. ഏതൊക്കെയോ ദൈവത്തിന്റെ കുടുംബവും ആയി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ് അതിന്റെ സങ്കല്പങ്ങൾ. അതുപോലെ പിന്നെ അവതാര സങ്കല്പം എന്നൊക്കെ വരുമ്പോൾ അതിന്റെ പിന്നില് വംശീയമായ, ഗോത്രപരമായ പല തരത്തിലുള്ള സാംസ്കാരികമായ പല ചിഹ്നങ്ങളും അവർ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവയെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ മക്കാ മുശ്രിക്കുകളും അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ കുടുംബത്തിലെ കഴിഞ്ഞ തലമുറയിലെ വിശുദ്ധരായ ആളുകളിൽ അവരെ ദിവ്യത്വം സങ്കല്പിച്ചു. അങ്ങനെ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേക ദൈവങ്ങൾ. അവിടെയാണ് അവർ നിഷ്കളങ്കമായിട്ട് പ്രവാചകനോട് ചോദിക്കുന്നത്, അല്ല മുഹമ്മദേ, നിന്റെ ദൈവത്തിന്റെ കുടുംബം ഏതാണ്, അതിന്റെ ഗോത്രം ഏതാണ് എന്നൊക്കെ ചോദ്യം. പിന്നെ അവർ ചോദിച്ചു, നിന്റെ ദൈവത്തെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? കല്ലുകൊണ്ടാണോ, ഇനി മരം കൊണ്ടാണോ, അല്ലെങ്കിൽ പിന്നെ സ്വർണം കൊണ്ടാണോ, പിച്ചള കൊണ്ടാണോ, ചെമ്പ് കൊണ്ടാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇത് കേൾക്കുമ്പോഴും നമുക്ക് ചിരി വരും. കാരണം അള്ളാഹു അരൂപിയാണ്, അരൂപിയായ അസ്തിത്വമാണ്. അവൻ പ്രത്യേക രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നവനല്ല. പക്ഷെ അവരുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ഹൈന്ദവ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഒരാള് അള്ളാഹു അന്വേഷിക്കുമ്പോൾ എന്താണ് അവന്റെ രൂപം എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കില്ലേ? ആ നിലക്കുള്ള ചോദ്യമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഒരുപക്ഷെ നമ്മുടെ സമുദായവും എന്തെങ്കിലും ഒരു ചിഹ്നം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ദാഹിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയാണല്ലോ പള്ളി മിനാരം, അതുപോലെ പിന്നെ കഅബാലയത്തിന്റെ ചിത്രം, അതുപോലെ പച്ച നിറം, പിന്നെ ചന്ദ്രക്കല, ഇങ്ങനെ പലതും ചിഹ്നങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനൊക്കെ അപ്പുറമുള്ള ഒരു അസ്തിത്വമാണ് അള്ളാഹു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വർണ്ണം സിബഗത്ത് അല്ലാഹ്, വമൻ അഹ്സനു മിനല്ലാഹി സിബഗ. അതിനാൽ അള്ളാഹുവിന്റെ പ്രകൃതിപരമായ വർണ്ണത്തെ നമ്മുടെ മനസ്സിലേക്ക് നാം ആവാഹിക്കുകയും ഉൾക്കൊള്ളുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്ന് നൽകുന്ന മറുപടി. അപ്പൊ ഇവിടെ ഇവരിങ്ങനെ ചോദിച്ചപ്പോ, അല്ല മുഹമ്മദേ, നിന്റെ ദൈവത്തിന്റെ കുടുംബം ഏതാണ്, നാട് ഏതാണ്, ഗോത്രം ഏതാണ്, അതിനെ കല്ലുകൊണ്ടാണോ അല്ല മരം കൊണ്ടാണോ ചെമ്പ് കൊണ്ടാണോ നിർമ്മിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോ വേണമെങ്കിൽ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാം, അല്ലെങ്കിൽ ഒരു പരിഹാസ്യമായ ഒരു ചോദ്യം എന്ന നിലക്ക് അതിനോട് പ്രതികരിക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസരം വളരെ ബോധപൂർവം ഉപയോഗപ്പെടുത്താണ്. ഈ സൂറയിൽ കിട്ടിയ ഒരു അവസരം എന്ന നിലക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ, പ്രത്യേകിച്ചും ആ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ മക്കാ മുശ്രിക്കുകളെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ ആരാണ് അള്ളാഹു എന്ന് പഠിപ്പിക്കാൻ. അതാണ് ഈ സൂക്തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ചില സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ആയത്തുൽ കുർസി, ആയത്തുൽ നൂർ, ഇതൊക്കെ അള്ളാഹുവെ പരിചയപ്പെടുത്തുന്ന സൂക്തങ്ങളാണ്. അപ്പൊ എന്ന പോലെ ഈ സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹു ആര്, ആരല്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി എല്ലാ കളങ്കങ്ങളിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് നേർക്ക് നേരെ അവതരിപ്പിക്കുന്നു എന്നത് ഈ സൂറയുടെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറ ഇത്രമാത്രം പ്രാധാന്യമുള്ളതായിട്ട് വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് ഈ സൂറയുടെ പാരായണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന് പാരായണം ചെയ്തിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വളരെ ചെറിയ വാക്കുകളാണ്, കൂടുതൽ നീട്ടാനോ മണിക്കാനോ ഒന്നും ഇല്ലാത്ത, നേർക്ക് നേരെ വായിച്ചു പോകാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. എന്നാൽ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ഖുൽ ഹുവ, ഖുൽഹുവല്ലാഹു എന്ന് പറഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ നേരത്തെ ഖുൽ അഊദു എന്ന് പറഞ്ഞില്ല, ഖുൽ അഊദു
എന്ന് പറയരുത്. ഖുൽ അഊദു എന്ന് മുറിച്ചു വായിക്കണം എന്ന് പറഞ്ഞ പോലെ ഖുൽ ഹുവല്ലാഹു അങ്ങനെ മുറിച്ചു വായിക്കണം. ഖുൽ ഹുവ അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ മുറിച്ച് വായിച്ച് ശീലിക്കേണ്ടതുണ്ട്. അല്ലാഹുസ്സമദ്, അല്ലാഹുസ്സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിൽ സൂക്തങ്ങളുടെ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് ദാല് ഇവിടെ വന്നു, പിന്നെ സ്വമദ് ദാല്, അതുപോലെ യൂലദ്, അഹദ്, ഇങ്ങനെ എല്ലാം ദാലിലാണ് അവസാനിക്കുന്നത്. എല്ലാ ആയത്തുകളുടെയും അവസാനത്തെ അക്ഷരം ദാലിലാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നേരത്തെ നമ്മൾ സൂറത്തുൽ ഫലഖ് പഠിച്ചപ്പോ അവസാനത്തെ അക്ഷരങ്ങൾ 5 അക്ഷരങ്ങൾ പറഞ്ഞില്ലേ? ഹുറൂഫുൽ ഖൽഖല ഓർക്കുന്നില്ലേ? ഖാഫ്, ത്വാ, ബ, ജീം, ദാല്. ഇങ്ങനെ ഈ 5 അക്ഷരങ്ങൾ സുക്കൂനായി വരുമ്പോൾ വ്യക്തമായി ഉച്ചരിക്കണം എന്ന് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാല് സുക്കൂനായി വരുന്ന സന്ദർഭമാണ്. ഈ സൂറയിൽ എല്ലാ സൂക്തങ്ങളും ദാലിലാണ് അവസാനിക്കുന്നത്. അപ്പൊ ദാല് സുക്കൂനായിട്ടാണ് വായിക്കപ്പെടുന്നത്. ഒരു സുക്കൂനായ രൂപത്തിൽ തന്നെ എഴുത്തിൽ സുക്കൂനുള്ളത് ഒന്നേ ഉള്ളൂ, ലം യൂലദ്, ഈ ദാല് മാത്രം. എന്നാൽ ഇവിടെ തൻവീനാണ്, ഇവിടെ ബൊമ്മ, ഇവിടെയും ബൊമ്മ തൻവീൻ. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. ഇത് വായിക്കുമ്പോൾ, പാരായണ വേളയിൽ വായിക്കുമ്പോൾ ദാല് വ്യക്തതയോടുകൂടി തന്നെ ഉച്ചരിക്കണം. അഹദ്, സ്വമദ്, യൂലദ്, അഹദ് ഇങ്ങനെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം എന്നാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ ഈ സൂറയില് ദാല് സുക്കൂനായിട്ട് സൂറയുടെ അവസാനത്തിൽ അല്ലാതെ വരുന്നൊരു സന്ദർഭമുണ്ട്. അതെവിടെയാണ്? അല്ലാഹു സ്വമദ്, ലം യലിദ്, ഈ ദാലാണ്. ഇത് സുക്കൂന് തന്നെയാണ്, എഴുത്തിൽ തന്നെ സുക്കൂനാണ്. അപ്പൊ ഇതും അതേപോലെ വ്യക്തതയോടെ ഉച്ചരിക്കണം. ലം യലിദ് വലം യൂലദ്, അങ്ങനെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുക്കൂൻ ഉള്ള മീമുണ്ടല്ലോ, സുക്കൂൻ ഉള്ള മീമ് ഒന്ന്, പിന്നെ ഒന്ന് ഇവിടെ ഈ മീമ്, പിന്നെ എവിടെയാ? വലം, ഇവിടെ ഒരു മീമ് കൂടെ ഉണ്ട്. സുക്കൂൻ ഉള്ള മീമിനെ നമ്മൾ എങ്ങനെ ഉച്ചരിക്കണം? സുക്കൂൻ ഉള്ള മീമ് മുറിച്ചു വായിക്കണം. ലം മുറിക്കാണ് വേണ്ടത്. പൊതുവെ മീമ് കാണുമ്പോൾ നമുക്കൊരു സെന്റിമെന്റ്സ് തോന്നും, അതിനൊന്ന് മണിക്കണം എന്ന് തോന്നും. എന്നാൽ സുക്കൂൻ ഉള്ള മീമിനെ മണിക്കാൻ പാടില്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ, എഴുത്തിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ മാത്രമേ പാടുള്ളൂ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അങ്ങനെയാണ് വായന. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ യകുൽ ലഹു, ഈ ഹാ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയ ഒരു വാവ് പൊതുവെ ഖുർആനിൽ കാണും. ലഹു എന്ന് മുറിക്കരുത്. ലഹു അല്പം ഒന്ന് നീട്ടി വായിക്കണം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അങ്ങനെയാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അങ്ങനെയാണ് വായന. പിന്നെ പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കുന്ന ഒരു അക്ഷരമാണ് ഇത്. ഈ ഫാഇന് ലമ്മാണില്ല. ഇത് പലപ്പോഴും ഓതുമ്പോൾ കുഫ് വൻ എന്ന് ഓതിപ്പോകാൻ വളരെയേറെ സാധ്യതയുണ്ട്. ഇവിടെ ലമ്മാണ് എന്ന് ശ്രദ്ധിക്കണം. കുഫു, കുഫു വൻ അഹദ് എന്ന് തന്നെ മുറിച്ച് വായിക്കാൻ ശ്രദ്ധിക്കണം. കുഫുവൻ അഹദ്. ഒന്നുകൂടി ഓതി നോക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ നൂനും ലാമും യഥാർത്ഥത്തിൽ ഈ നൂനിന് സുക്കൂൻ ഉണ്ടാവേണ്ടിയിരുന്നു ഈ നൂനിന്. പക്ഷെ അവിടെ സുക്കൂൻ എഴുതുന്നില്ല. മറിച്ച് ഈ നൂനിന് ശേഷം, സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു വന്നതുകൊണ്ട് ഈ നൂനിനെ ലാമിലേക്ക് ചേർക്കാൻ. ഇങ്ങനെ വരുമ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമു വരുമ്പോൾ ഈ നൂൻ ഉച്ചരിക്കുന്നേ ഇല്ല, ഉച്ചാരണം നഷ്ടപ്പെട്ടു അവിടെ. പിന്നെ ഇതെങ്ങനെ വായിക്കാം?
യക്കുല്ല എന്നാണ് വായിക്കുക. ഇങ്ങനെയാണ് വായിക്കുക. യക്കുല്ലഹു, യക്കുൻ ലഹു എന്ന് വായിക്കരുത്, യക്കുൻ ലഹു എന്ന് വായിക്കരുത്. യക്കുല്ലഹു എന്ന് തന്നെ മുറിച്ച് പിന്നെ നൂൻ ഇല്ലാത്ത രൂപത്തിൽ തന്നെ ചേർത്ത് വായിക്കണം. എന്ന് പറഞ്ഞാൽ മണിക്കാത്ത രൂപത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കുക എന്നുള്ളതാണ്. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയും. യക്കുല്ലഹു വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അങ്ങനെയാണ്. അതുപോലെ പല പ്രത്യേകതകളുണ്ട് ഈ സൂറയുടെ പാരായണത്തില്. മറ്റൊന്നാണ് ഇത്, ഈ തെൻവീൻ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ പഠിക്കുന്ന തെൻവീന് ഇങ്ങനെ ഉണ്ടാവും, 2 ലമ്മ് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെ തെൻവീൻ ഒന്ന് സാധാരണ പോലെയും പിന്നെ ഒന്ന് മുകളിലോട്ട് ഇങ്ങനെയുള്ളത്. ഇതൊരു തലതിരിഞ്ഞ തെൻവീനാണ്. ഈ 2 തെൻവീനും ഈ 2 ലമ്മും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ടല്ലേ, നല്ല അനുസരണയിൽ ഒരുപോലെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് ഒന്ന് താഴോട്ടാണ്, അപ്പൊ മറ്റേ ആൾ പറയാം ഞാൻ മുകളിലോട്ടാണ്. ഒന്ന് നേരെ നിൽക്കുന്നു, അപ്പൊ മറ്റത് മുകളിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഈ തെൻവീന് ചേർത്ത് മണിച്ച് ചേർത്ത് ലയിപ്പിച്ച് വായിക്കുന്ന തെൻവീനാണ്. അടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് വളരെ സൗഹൃദത്തിൽ ചേർന്ന് പോകുന്ന തെൻവീനാണ്. ഇതങ്ങനെയല്ല, ഇതിവിടെ വെച്ച് മുറിഞ്ഞുപോയി അല്ലേ. അഹദ്, അഹദ് എന്ന് വായിക്കുമ്പോൾ കുഴപ്പമില്ല. അതേസമയം ഇതിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ ഹംസ് വന്നതുകൊണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധ്യമല്ല. അഹദുൻ അള്ളാഹു. ആയത്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഖുൽ ഹുവല്ലാഹു അഹദ് സുക്കൂനിൽ അവസാനിച്ചു. പിന്നെ അല്ലാഹു സമദ് അങ്ങനെ ഓതുകയാണെങ്കിൽ കുഴപ്പമില്ല. ചേർത്ത് ഓതുകയാണെങ്കിലോ, ചില ഖുർആനില് ഇവിടെ ചെറിയൊരു നൂന് പ്രത്യേകമായിട്ട് എഴുതിയത് കാണാം, ഇങ്ങനെ ഒരു നൂന് ഉണ്ടാവും. അപ്പൊ അതുകൂടി ചേർത്ത് നമുക്ക് വായിക്കാം. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സമദ് അങ്ങനെ ഓതാം. അഹദുനി, അഹദുൻ എന്ന തെൻവീൻ ഉണ്ടല്ലോ, ആ തെൻവീൻ തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുകയാണ്. അഹദുനില്ലാഹുസ് സമദ് എന്ന് ഓതാവുന്നതാണ്. ഓതൽ നിർബന്ധമില്ല, ഒരുപക്ഷെ അല്പം ഒരു അഭംഗി പോലെ ഉണ്ടാവുകയും ചെയ്യും. നിർത്തി പോകുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അങ്ങനെ ഓതാനുള്ള ഒരു പിന്നെ അവസരം അവിടെ ഉണ്ട്. അഹദുൻ അല്ലാഹു സമദ്, അഹദുനില്ലാഹു സമദ് എന്ന് പാരായണം ചെയ്യാം. ഇവിടെ ഈ തെൻവീനിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ തെൻവീന് ശേഷം ഹംസ ആയതുകൊണ്ട് ഇവിടെ മുറിച്ചു വായിക്കണം. കുഫുവൻ അഹദ്, കുഫുവൻ അഹദ്. വ്യക്തത വളരെ പ്രധാനമാണ്. അറബി അക്ഷരങ്ങൾ വായിക്കുമ്പോൾ നല്ല വ്യക്തത ഉണ്ടാവണം. അതിൽ ഈ സൂറ വളരെ സവിശേഷമായ ഒരു സൂറയാണ്. അതിൽ പാരായണ നിയമങ്ങളിൽ ഒന്ന് പിന്നെ മുറിച്ചു വായിക്കേണ്ട അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഖുൽ, ഇവിടെ മുറിയണം, ഖുൽ ഹുവല്ലാഹു അഹദ്. പിന്നെ പറഞ്ഞത് സുക്കൂൻ ഉള്ള മീമാണ്. സുക്കൂൻ ഉള്ള മീമ 1, 2, 3. ഈ സുക്കൂൻ ഉള്ള മീമുകൾ മുറിച്ചു വായിക്കണം. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു അങ്ങനെ മുറിച്ചു വായിക്കണം. പിന്നെ പറഞ്ഞത് പിന്നെ സൂക്തങ്ങളുടെ അവസാനത്തെ അക്ഷരങ്ങൾ, അവസാനത്തെ വാക്കിലെ അക്ഷരങ്ങൾ അഹദ്, സമദ്, യൂലദ്, അഹദ്, ഈ ദാലുകൾ വ്യക്തമായിട്ട് ഉച്ചരിക്കേണ്ടതാകുന്നു. പിന്നെ ഈ നൂനിനെ കുറിച്ച് പറഞ്ഞു. നൂനിന് ശേഷം സുക്കൂനുള്ള നൂനിന് ശേഷം ലാമായതുകൊണ്ട് നൂൻ ഉച്ചരിക്കേണ്ടതില്ല. യകുല്ലഹു ഇതുപോലെയാണ് വായിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ ഈ തെൻവീനിനെ കുറിച്ച് പറഞ്ഞു. ഈ തെൻവീൻ ചേർത്ത് വായിക്കുന്ന തെൻവീനാണ്. ഈ സൂറയിൽ ഇല്ല ഈ തെൻവീന്. അതുപോലെ പിന്നെ ഈ തെൻവീൻ മുറിച്ചു വായിക്കുന്ന തെൻവീനാണ്. പിന്നെ അവസാനത്തെ വാക്കുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടാവും. ഖുർആനിൽ നോക്കിയാൽ ഇങ്ങനെയാണല്ലോ ഉള്ളത്. ഖുർആനിൽ ഇങ്ങനെയുള്ളത്. ഇത് ലമ്മ കഴിഞ്ഞിട്ട് ഒരു മീമ് ഇങ്ങനെ എഴുതിയത് കാണും. എന്താ അതിന്റെ ഉദ്ദേശം? യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടിയിരുന്നത് ഈ രൂപത്തിലുള്ള തെൻവീനാണ്. അഹദുൻ ഇങ്ങനെ 2 ഒരേപോലെ നിൽക്കുന്ന തെൻവീനാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അതിന് പകരം ഇവിടെ ഒരു ലമ്മും പിന്നെ ഒരു മീമും കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ?
പലപ്പോഴും പലരും അന്വേഷിക്കാറുള്ള ഒരു വിഷയമാണ് ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ സൂറയാണ്. ഇനി അങ്ങോട്ട് പലയിടത്തും ഇതുപോലെ വന്നേക്കും. ഇപ്പൊ തെൻവീനിൽ അവസാനിക്കുന്ന സൂറകളിലാണ് ഇങ്ങനെ മീം ഉണ്ടാകും. തെൻവീൻ ഒഴിവാക്കിയിട്ട് ഒരു ഹർക്കത്തും പിന്നെ മീമും കൊടുത്തിട്ടുണ്ടാവും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാള് ഈ സൂറ അവസാനിക്കുമ്പോൾ അടുത്ത സൂറയിലെ ബിസ്മിയോട് ചേർത്തുകൊണ്ട് ഓതുകയാണ് എന്ന് സങ്കല്പിക്കാം. ഇപ്പൊ നല്ല ശ്വാസമുള്ള ഒരാളാണ്, അപ്പൊ അയാള് ചേർത്ത് ഓതി പോവുകയാണ്. അപ്പൊ അഹദും ബിസ്മില്ലാ, അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ഒരാൾക്ക് ഓതാമല്ല. അങ്ങനെ ഓതുമ്പോ അഹദുൻ എന്നല്ല, അഹദും ബി, ഈ തൻവീനിന് ശേഷം ബാ വരുമ്പോ, ബിസ്മിയുടെ ബാ ഇല്ലേ, തെൻവീനിന് ശേഷം ബാ വരുമ്പോ ആ തെൻവീനെ മാറ്റിയിട്ട് അവിടെ മീമ് ചേർത്തുകൊണ്ട് ലയിപ്പിച്ച് മണിച്ച് പാരായണം ചെയ്യണം. അഹദും ബിസ്മില്ലാ വലം യകുൽ ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഒരാൾക്ക് ഓതാവുന്നതാണ്. ആ ഉദ്ദേശത്തിലാണ് ഇവിടെ മീമ് കൊടുത്തിരിക്കുന്നത്. അതേസമയം തെൻവീൻ കൊടുത്താലും തെറ്റില്ല. എന്നാൽ പൊതുവെ ഖുർആനിൽ റസ്മുൽ ഉസ്മാനിയിൽ ഈ രൂപത്തിൽ മീം എഴുതിയതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതേസമയം കഴിഞ്ഞ സൂറ അവസാനിച്ചത് എങ്ങനെയായിരുന്നു? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. അവിടെ ഈ പ്രശ്നം വരുന്നില്ല, തെൻവീൻ അല്ലാത്തതുകൊണ്ട് ഇദാ ഹസദ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പോലെ ഓതിപ്പോവാണ് ചെയ്യാം. അപ്പൊ ഈ സൂറയുടെ പാരായണത്തില് ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എല്ലാ വ്യക്തതയോടെ ഓതി കാണാതെ പഠിച്ച് പരിശീലിക്കുക എന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. സൂറത്തുൽ ഇഖ്ലാസിന്റെ അവതരണ പശ്ചാത്തലവും അതേപോലെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠതയും പാരായണ നിയമങ്ങളും എഴുത്തിന്റെ ശൈലിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് സൂറയിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിഞ്ഞ വിശ്വാസത്തോടുകൂടി അവനിൽ വിലയം പ്രാപിക്കുവാൻ, പരിപൂർണമായും നമ്മുടെ ജീവിതം അവന് സമർപ്പിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.